മനസ്സിലായല്ലോ ഗൈസ്, വെറും പേപ്പറും പശ വെച്ചിട്ട് മാത്രമേ നമുക്ക് ഇനി ഒരു മിനി ഷെൽഫ് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് 3 സ്ക്വയർ പേപ്പേഴ്സ് വേണം. ഞാനിവിടെ എടുത്തിരിക്കുന്ന മെഷർമെന്റ് ഇതാണ്. ഇനി ഈ പേപ്പറുകൾ വെച്ചിട്ട് നമുക്ക് കുഞ്ഞു 3 ബോക്സ് ഉണ്ടാക്കി എടുക്കണം. ഈ കാണിക്കുന്ന പോലൊക്കെ ഒന്ന് മടക്കി കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും നല്ല ക്യൂട്ട് ആയിട്ടുള്ള കുഞ്ഞു ബോക്സ് കിട്ടും. പിന്നെ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ഗീവ് അവേ തരുമോ ചേച്ചി എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഗീവ് അവേ ഒക്കെ തരണമെന്ന് എനിക്കും ആഗ്രഹമുണ്ട്. നമ്മളൊരു 5K സബ്സ്ക്രൈബേഴ്സ് എങ്കിലും ആകുവാണെങ്കിൽ നമ്മളൊരു ഗീവ് അവേ നടത്തുന്നതായിരിക്കും. ഒരാൾക്ക് വേണ്ടിയിട്ടല്ലായിരിക്കും എന്തായാലും ഗീവ് അവേ, കുറച്ച് പേർക്ക് വേണ്ടിയിട്ടായിരിക്കും. കാരണം ഗീവ് അവേ ഇതുവരെ കിട്ടാത്ത ഒത്തിരി പേരുണ്ടെന്ന് എനിക്കറിയാം. അപ്പൊ കിട്ടാത്തവർ എന്തായാലും വിഷമിക്കേണ്ട, നിങ്ങൾക്കും കിട്ടും. അപ്പൊ നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇത്രയും പെട്ടെന്ന് 5K ആവട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. അപ്പൊ പറഞ്ഞ് നമ്മുടെ ബോക്സിന്റെ അവസാന ഘട്ടത്തിലായിരിക്കുന്നു. ഇതേ സ്റ്റെപ്പിൽ തന്നെ നമ്മൾ 3 ബോക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോ നമുക്ക് വേണ്ടത് പേപ്പർ സ്റ്റിക്ക് ആണ്. ഞാനിവിടെ കളർ പേപ്പർ ആണ് എടുത്തിരിക്കുന്നത്. 4 സ്റ്റിക്ക് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് ഒരേ ലെവലിൽ നമുക്കൊന്ന് മുറിച്ചെടുക്കാം. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ബോക്സിന്റെ 4 സൈഡിലായിട്ടും ഈ സ്റ്റിക്ക് ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. ഇനി ഇതിന്റെ മിഡിലായിട്ടും ടോപ്പിലായിട്ടും നമുക്ക് ബാക്കി 2 ബോക്സ് കൂടെ ഒട്ടിച്ചു കൊടുക്കാം. ഞാനിവിടെ ഡബിൾ സൈഡ് ടേപ്പ് യൂസ് ചെയ്തിട്ടാണ് ഒട്ടിക്കുന്നത്. നമ്മുടെ നോർമൽ പശ വെച്ചിട്ട് ഒട്ടിച്ചാലും മതി, പക്ഷെ അത് കുറച്ച് ടൈം എടുക്കും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. നമ്മുടെ സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട്. വെയിറ്റ് ഇല്ലാത്ത അൽക്കുലത്തെ സാധനങ്ങളൊക്കെ ഇതിനകത്ത് ഇട്ട് വെക്കാൻ പറ്റും. വെയിറ്റ് ഉള്ളതിട്ട് ഒടിഞ്ഞ് താഴെ വീഴും. എന്തായാലും നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഷെൽഫാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നെക്സ്റ്റ് വീഡിയോയിൽ കാണാൻ വരേക്കും ടാറ്റാ.